ബാലാദപി ഗൃഹീതവ്യം യുക്തിയുക്ത മനീഷിവി രവേര വിഷയം വസ്തു കിംന ദീപപ്രകാശയെന്ന. നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകളുള്ള പല പൂജകളുണ്ട്. ഈ പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലങ്ങൾ ഉറപ്പാണ്. അർച്ചകസ്യ പ്രഭാവേന ശില ഭവതി ശങ്കരാണ്. അർച്ചകൻ എന്ന് പറഞ്ഞാൽ പൂജാരിക്ക് ചൈതന്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു കല്ലിനെ ശിവനാക്കി മാറ്റാം. വേദമന്ത്രങ്ങൾ ഉച്ചാരണങ്ങൾ കൊണ്ടോ വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടോ പ്രധാനമായിട്ട് ഇത്തരം സുദർശന ഹോമം, ഗണപതി ഹോമം, ബാക്കിയുള്ള ഹോമാദി കാര്യങ്ങളെ കൊണ്ട് പൂർണ്ണമായിട്ടും ഫലം ലഭിക്കണമെന്നില്ല. ഇപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ ഞാൻ എത്തരത്തിലുള്ള പൂജകളാണ് ചെയ്യേണ്ടത്? നമ്മളൊരു ക്ഷേത്ര വഴിപാട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. കർമ്മത്തിൻ്റെ മർമ്മം അറിയുന്നവനെ കൊണ്ട് കർമ്മം ചെയ്യിക്കണം എന്നാണ്. ക്ഷേത്ര വഴിപാട് മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇതിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അപ്പോൾ ചെയ്യുന്ന കർമ്മത്തിന് അടിസ്ഥാനവും ചെയ്യപ്പെടുന്ന കർമ്മിക്ക് അടിസ്ഥാനമായിട്ടാണ് നമ്മുടെ ദോഷപരിഹാരത്തിന് കൂടുതൽ നിവൃത്തി വരുന്നത്. കർമ്മ കൃത്യമായിട്ട് മന്ത്രജപമുള്ള ആളെ കൊണ്ട് കർമ്മം ചെയ്യിക്കണം, എന്നാലേ കർമ്മത്തിന് ഫലമുണ്ടാവും. അബാക് മീഡിയയിൽ ഇന്ന് അതിഥിയായിട്ടുള്ളത് ദേവി ഉപാസകനും അതേപോലെ തന്നെ തന്ത്രിയുമായിട്ടുള്ള സംഗീതമായിട്ടാണ്. ചേട്ടാ നമസ്തേ. നമസ്തേ ചേട്ടാ, ഈ ഉപാസന അതൊരു പ്രത്യേക, അതായത് ക്ഷേത്ര ഉപാസന എന്ന് പറയുന്നത് ഒരു പ്രത്യേക തലത്തിൽ പോകുന്നതാണ്. ഇന്ന് പലരും ഈ പൂജകളാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ പ്രതീക്ഷിച്ചാണ് പോകുന്നത്. ഏതെങ്കിലും ജ്യോതിഷിയുടെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്കെല്ലാം എന്തെങ്കിലും പൂജകൾ പറയുന്നു, അതിന് പരിഹാരങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പൂജകൾ ചെയ്തിട്ടും അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലനങ്ങളൊന്നും ഉണ്ടാകാത്തത്? ഒരു പരിധിവരെ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതെങ്കിൽ അതൊരു പരിധിവരെ ഏതൊരു മനുഷ്യായുസ് തീരുന്നതിൻ്റെ ഉള്ളിൽ അനുഭവിച്ച് തീരുന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പൂജാതി കാര്യങ്ങൾ ഒട്ടേറെ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം ഈ ശത്രുദോഷം അല്ലെ ബാധാദോഷം ബാക്കിയുള്ള നമ്മൾ ഇങ്ങനെ ആവേണ്ട ആൾക്കാരല്ല. പെട്ടെന്ന് വെച്ച് ആളുകൾ ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും സാമ്പത്തികമായിട്ട് അടിത്തറ നശിച്ചു പോവുക, കുടുംബത്തിൽ മരണം നടക്കുക, മര്യാദയ്ക്ക് സമാധാനത്തിൽ ഉറക്കമില്ലായ്മ വരിക, നല്ല രീതിയിൽ ടെൻഷൻ കൂടുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പേർക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ദുരനുഭവങ്ങൾക്ക് കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്നത്. അവർ ചിലപ്പോൾ ആ ജ്യോതിഷം നിർദ്ദേശിക്കുന്ന ക്ഷേത്രങ്ങളിലേക്കുള്ള വഴിപാടുകളും പ്രായച്ചിത്തങ്ങളിലെ പൂജാതി കർമ്മങ്ങളും ചെയ്തെന്ന് വരാം. എന്നാലും ഇതിൻ്റെ ഫലങ്ങളില്ലാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കലികാലാണ്. കലികാലെ കൗളെന്നാണ്. കലികാലത്ത് കൗളമാർഗത്തിനാണ് പ്രാധാന്യം. ഈ വേദമന്ത്രങ്ങൾ ഉച്ചാരണങ്ങൾ കൊണ്ടോ വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടോ പ്രധാനമായിട്ട് ഇത്തരം സുദർശന ഹോമം, ഗണപതി ഹോമം, ബാക്കിയുള്ള ഹോമാദി കാര്യങ്ങളെ കൊണ്ടോ പൂർണ്ണമായിട്ടും ഫലം ലഭിക്കണമെന്നില്ല. കൗള സമ്പ്രദായ പ്രകാരം ചിന്തിക്കുമ്പോഴും കലികാല പ്രകാരം ചിന്തിക്കുമ്പോഴും കലികാലത്ത് വേദമന്ത്രങ്ങൾ വിഷഹീനങ്ങളായ പാമ്പുകളെ പോലെയാണെന്ന് പറയുന്നത്. വിഷമില്ലാത്ത പാമ്പുകളെ പോലെയാണ് വേദമന്ത്രങ്ങൾ. താന്ത്രിക മന്ത്രങ്ങൾക്കേ പ്രസക്തിയുള്ളൂ, അല്ല ഭാഷാന്തരത്തിലുള്ള മന്ത്രങ്ങൾക്കേ പ്രസക്തിയുള്ളൂ. അത്തരം ഉപാസനകൾക്ക് കലികാലത്തിൽ പ്രാധാന്യമുള്ളൂ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർച്ചകസ്യ പ്രഭാവേന ശില ഭവതി ശങ്കരാണ്. അർച്ചകൻ എന്ന് പറഞ്ഞാൽ പൂജാരിക്ക് ചൈതന്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു കല്ലിനെ ശിവനാക്കി മാറ്റാം. പൂജാരിക്ക് ചൈതന്യം ഇല്ലെങ്കിൽ എത്ര പൂജ ചെയ്തിട്ട് എന്തില്ല, കാര്യമില്ല. അപ്പോൾ ആദ്യം വേണ്ടത് നല്ല രീതിയിൽ ഉപാസന ബലമുള്ള ആളുകളെ കൊണ്ട് പൂജ ചെയ്യിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ശത്രുദോഷവും കാര്യങ്ങളൊക്കെ ഭദ്രകാളി വിധാനത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം പൂർണ്ണമായിട്ട് മാറ്റാൻ. ഒരു ലെവൽ വരെ നമ്മളെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് പെട്ടെന്ന് വെച്ച് നിങ്ങൾക്ക് താഴ്ച വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് അറിയണം അതെന്താണ്. അത് ശത്രുബാധ ദോഷങ്ങൾ കൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ നിവൃത്തി ഇത്തരം ആചാര്യന്മാരെ കൊണ്ട് ചെയ്യിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു ക്ഷേത്ര വഴിപാട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. കർമ്മത്തിൻ്റെ മർമ്മം അറിയുന്നവനെ കൊണ്ട് കർമ്മം ചെയ്യിക്കണം എന്നാണ്. ക്ഷേത്ര വഴിപാട് മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. ഒരു പരിധി വരെ ഒരു ക്ഷേത്രത്തിലുള്ള മൂർത്തിക്ക് നമ്മുടെ ശത്രുബാധ ദോഷങ്ങൾ മാറ്റാൻ പറ്റും. അതിനെ കൃത്യമായിട്ട് നമ്മുടെ അടുത്തിരുന്ന് നല്ല മന്ത്രസിദ്ധിയുള്ള ആളെ കൊണ്ട് ഗുരുതിയിലേക്കോ ബാക്കിയുള്ള നാളികേരത്തിലേക്കോ ബാക്കിയുള്ള ഉപാധികളിലേക്കോ ആ ബാധാ സാന്നിധ്യത്തിനെ ആവാഹിച്ച് ബന്ധിച്ചിട്ട് ഒഴുകുന്ന വെള്ളത്തിലോ ബാക്കിയുള്ള അഗ്നിക്കിരയാക്കൾ ഇങ്ങനെയാണ് ചെയ്തു വരേണ്ടത്. അങ്ങനെ ആയിട്ട് പൂർണ്ണമായിട്ട് ആ ദേഹത്തും മനസ്സിനും ബാധിച്ചിരിക്കുന്നതായ സകല ബാധകളെയും മാറ്റിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തുണ്ടാവുള്ളൂ? ജീവിതത്തിൽ സ്വസ്ഥവും സമാധാനവും സാമ്പത്തിക ഉയർച്ചയും ബാക്കിയുള്ള ബാധ്യതകൾ തീരലൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ശത്രുദോഷം കൊണ്ടുള്ള താഴ്ചകൾ വരുന്നത് കൊണ്ട് മാത്രമുള്ളതാണ് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് വഴിപാട് കൊണ്ട് മാറ്റം വരാം. പിന്നെ പ്രത്യേകിച്ച് പ്രകടഭാവത്തിൽ കർമ്മം നടക്കുന്ന ശാക്തേയ കാവുകൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ പ്രത്യേക തരത്തിൽ പെട്ടെന്ന് തന്നെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കും. അല്ലെ കൗളമാർഗ പ്രകാരം ആരാധനകൾ നടക്കുന്ന തറവാടുകൾ, കാവുകൾ, അല്ലെ മുടിപ്പുരകൾ, അല്ലെ പള്ളിയറകൾ, ഇത്തരം സങ്കേതങ്ങൾ പോയിട്ട് നമുക്ക് പ്രാർത്ഥനാ രൂപത്തിൽ വഴിപാടുകൾ നടത്തിയാലും കൂടുതൽ ഫലങ്ങളുണ്ടായി ബാക്കിയുള്ള സങ്കേതങ്ങൾ അപേക്ഷിച്ച് കൂടുതൽ ഫലങ്ങൾ ഉണ്ടായതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ചെയ്യുന്ന കർമ്മത്തിന് അടിസ്ഥാനവും
ചെയ്യപ്പെടുന്ന കർമ്മിക്ക് അടിസ്ഥാനമായിട്ടാണ് നമ്മുടെ ദോഷപരിഹാരത്തിന് കൂടുതൽ നിവൃത്തി വരുന്നത്. കർമ്മ കൃത്യമായിട്ട് മന്ത്രജപമുള്ള ആളെ കൊണ്ട് കർമ്മം ചെയ്യിക്കണം, എന്നാലേ കർമ്മത്തിന് ഫലം ഉണ്ടാവും. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് പൂജകളുണ്ട്. ഇപ്പോൾ സുദർശന ഹോമം, ശത്രു സംഹാര പൂജ, ഗണപതി ഹോമം, ഭഗവതി സേവ, ഇങ്ങനെ തുടങ്ങി നിരവധി നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകളുള്ള പല പൂജകളുമുണ്ട്. ഈ പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലങ്ങൾ ഉറപ്പാണോ? മന്ത്രസിദ്ധിസ്തു കേരള എന്ന പ്രമാണം. കേരളത്തിൽ അനവധി മന്ത്രസിദ്ധന്മാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും ക്ഷേത്ര പൂജാരിമാരായിട്ട് അതിൽ മാത്രം ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് ഒതുങ്ങുകയാണ്. അതുകൊണ്ട് നമുക്ക് മോക്ഷം കിട്ടണമെന്നില്ല. നിത്യമായിട്ടുള്ള ജപം, ഇതിന് ഒരു ജ്യോതിഷിയായാലും ഒരു തന്ത്രിയായാലും ഒരു പൂജാരി ജപം വേണം. നമുക്ക് തപോബലമാണ് നമ്മൾ ആദ്യം ആർജിച്ചെടുക്കേണ്ടത്. ആ തപസ്സുള്ളവന് എന്ത് ചെയ്താലും അതിന് ഫലം ഉണ്ടാവും. അത് ഗണപതി ഹോമം ചെയ്താലും സുദർശനം, ശരിക്കും മന്ത്രസിദ്ധിയുള്ള ഒരാൾ ഒരു പൂ കൊടുത്ത് വിട്ടായി കാര്യം നടക്കുന്ന നമ്മുടെയൊക്കെ പൂർവികർ അങ്ങനെ ആയിരുന്നു. വരുന്ന ആളുകൾക്ക് അധികം പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്തിട്ടല്ല. ഞങ്ങളുടെ ഒക്കെ താളിയോലകളിലും എത്ര വലിയ കാര്യത്തിനും ചെറിയ ചുരുക്കം മന്ത്രങ്ങളോ, ചുരുക്കം ഏറ്റവും ലളിതമായിട്ട് ഒരു ചപ്പ് പറിച്ചിട്ട് രോഗം മാറ്റുന്ന, അല്ലെ ഒരു ചപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെ എങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് മോചനം നേടാന്നുള്ള കാര്യങ്ങൾ മാത്രം, ഏറ്റവും ലഘൂകരിച്ച കാര്യങ്ങൾ ഞങ്ങളുടെയൊക്കെ പാരമ്പര്യത്തിൽ വരുന്നത്. അപ്പോൾ ആര് എന്ത് പൂജ ചെയ്താലും അവർക്ക് മന്ത്രജപം ഉണ്ടായിരിക്കണം, ദൈവാധീനം ഉണ്ടായിരിക്കണം. അവർക്ക് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഒരു 10 ആളെ ഇടയിലിരുന്ന് കഴിഞ്ഞാൽ ഒരു ദേവി ഉപാസകനാണെങ്കിൽ അവൻ വെട്ടിത്തിളങ്ങി നിൽക്കും. എത്ര ആൾക്കാരെ സിനിമാ നടന്മാരെ ഇടയിലിരുന്ന് കഴിഞ്ഞാൽ ശരി, അവരാ ഒരു ഓറാ പവർ വലുതായിരിക്കും, അവരുടെ ഭാഷയിൽ ഒരു സ്പന്ദനം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് നമുക്ക് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഇയാൾക്ക് ചൈതന്യമുള്ള ആളാണോ. ഇയാൾ അടുത്ത് പോയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ള ദേവി ഉപാസകർ അല്ലെങ്കിൽ ഉപാസന ബലമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഇരിക്കുന്ന പോലെ ഒരു നെഗറ്റീവ് ഊർജ്ജമായിരിക്കില്ല നമുക്ക് വരുന്നത്, ഒരു പോസിറ്റീവ് ആയിരിക്കും കാണുമ്പോൾ തന്നെയും വരുന്നത്. അത് എത്ര ചെറിയ ആളായാലും എത്ര വലിയ ആളായാലും പ്രായം കൊണ്ടല്ല ഇത് ശരിക്കും. ബാലാദബി ഗൃഹീതവ്യം യുക്തിയുക്ത മനീഷവി രവേര വിഷയം വസ്തു കിംനത് ദീപ പ്രകാശയെന്ന കൊച്ചുകുട്ടി പറയുന്നതാൽ ശരി, യുക്തമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഏത് പണ്ഡിതനെ അത് സ്വീകരിക്കണം. സൂര്യന് കാട്ടിക്കൊടുക്കാൻ പറ്റാത്ത വസ്തുവിനെ ദീപം കാട്ടിക്കൊടുക്കുന്നില്ലേ അല്ലേ? ഇപ്പോൾ ശ്രീകോവിലിൻ്റെ അകത്ത് പൂജാരി കത്തിച്ച വിളക്ക് കൊണ്ടാണ് നമ്മൾ ബിംബം കാണുന്നത്, വിഗ്രഹം കാണുന്നത്, അല്ലാണ്ട് സൂര്യപ്രകാശം കൊണ്ടല്ല. അപ്പോൾ അതാണ് ഈ പ്രമാണത്തിലും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ശക്തികളുള്ള ആളുകൾ പൂജ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ, അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഫലകർമ്മങ്ങൾ ഉണ്ടാകില്ല, അങ്ങനെയാണോ? അതെ, കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഷഡ്കർമ്മങ്ങൾ പറയുന്നു. ഈ ഷഡ്കർമ്മങ്ങളിൽ ഇപ്പം നമുക്ക് എന്താ ഒരു അഭിവൃദ്ധിക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗണപതി ഹോമം ചിന്തിക്കുക. ഗണപതി ഹോമം ഒന്ന് ഉത്സവാർത്ഥം, അല്ലെ ശുദ്ധിയർത്ഥം, അല്ലെ സമൃദ്ധിക്ക് വേണ്ടി, ഇങ്ങനെ 3 കാര്യങ്ങളിലാണ് ഗണപതി ഹോമം ചെയ്യുക. ഇപ്പോൾ ഉത്സവകാലങ്ങൾ തുടങ്ങുമ്പോൾ വിഘ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഗണപതി ഹോമം തുടങ്ങും അല്ലേ? സമൃദ്ധി അർത്ഥം, നമുക്ക് നല്ല ഐശ്വര്യവും കാര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് നെല്ലും കാര്യങ്ങളൊക്കെ ഹോമിക്കുന്നത്, അതിൻ്റെ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്ത് ഉത്സവാർത്ഥം, സമൃദ്ധി അർത്ഥം, പിന്നെ ശുദ്ധി, എവിടെയെങ്കിലും അശുദ്ധി എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗണപതി ഭഗവാനെ വായിച്ച് കൃത്യമായിട്ട് തീർത്ഥവും കാര്യങ്ങളും പുണ്യാഹമൊക്കെ ചെയ്ത് തളിക്കും അല്ലേ? ഈ രീതിയിലാണ് എന്ത് കാര്യസാധ്യമല്ലാത്ത കർമ്മങ്ങളുടെ കാര്യം പോക്ക്. ഈ കർമ്മങ്ങൾ അത്യാവശ്യം ജപമുള്ള ആരെ കൊണ്ടും നമുക്ക് ചെയ്യിപ്പിക്കാം. മറിച്ച് നമുക്കൊരു അനുഭവങ്ങൾ ഉണ്ടാവണം. എന്ത് ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാനും ഇത്തരം ഉപാസനകളിലേക്ക് കടക്കാനും, അല്ലെങ്കിൽ ബാക്കിയുള്ള നമുക്ക് വന്ന ദോഷങ്ങൾ തീർക്കാനും ബാക്കിയുള്ള കർമ്മങ്ങളും കൂടിയും കർമ്മത്തിൻ്റെ മർമ്മം പറഞ്ഞവരും കൂടിയും സമീപിക്കണം. എന്നിരുന്നാലേ കാര്യത്തിന് മാറ്റം ഉണ്ടാവും. ഏറെ പേര് വിളിക്കാറുണ്ട്, ഒരുപാട് പൂജകൾ പല ആൾക്കാരെ കൊണ്ട് ജയിച്ചു, എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കി, എന്തുകൊണ്ട് അനുഭവങ്ങൾ കിട്ടുന്നില്ല. അങ്ങനത്തെ ആൾക്കാരാണ് അവസാനം കൂടുതലും ഞങ്ങളിലേക്ക് എത്തുന്നത്. മനസ്സിലായേ? ഇതൊക്കെ ചിലപ്പോൾ ഒരു പൂവ് അരച്ചിട്ട് തീർത്തേണ്ട വിഷയങ്ങളായിരിക്കും. ഇതിൻ്റെ ഫൗണ്ടേഷൻ നമ്മളിപ്പോൾ പറയില്ലേ, ഫൗണ്ടേഷൻ ഇട്ടിട്ട് വേണം ഇത് വീടെടുക്കാൻ. അവർ ആ വേരിലുള്ള എന്തൊക്കെ മൂർത്തികളോ സാന്നിധ്യങ്ങളിലോ എന്തൊക്കെ വിഷയങ്ങൾ തറവാടുപരമായിട്ടുണ്ട് അതിനെ നീക്കം ചെയ്താൽ മാത്രമേ അവർ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ ഞാൻ എത്തരത്തിലുള്ള പൂജകളാണ് ചെയ്യേണ്ടത്? പ്രശ്നത്തിനനുസരിച്ചിട്ട് ആദ്യം കൃത്യമായിട്ട് ആ കാര്യത്തിൻ്റെ വിശകലനം നടത്താം. നമുക്ക് ശത്രുദോഷം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ലക്ഷണങ്ങൾ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ശത്രു ആഭിചാര ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്ക് കുറയും. ഏറ്റവും വലിയ ലക്ഷണം, കയ്യിൽ സാമ്പത്തികം നിൽക്കില്ല. നിങ്ങളുടെ വീടുകളിലാണ് ഈ പ്രശ്നം വന്നതെങ്കിൽ വീട്ടിൽ നമുക്ക് സമാധാനത്തോട് ആർക്കും കിടന്നുറങ്ങാൻ പറ്റില്ല. പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ ശത്രുദോഷം. ഇതോടുകൂടിയിട്ട് നമുക്ക് വയറുവേദന ഇത്യാദി കാര്യങ്ങളുണ്ട്. ആ വയറ്റിൽ കൈവശം, ഏതെങ്കിലും ഒരാൾക്ക് കൈവശം കൊടുത്തിട്ടുണ്ട് എന്ന് പറയണം. മനസ്സിലായോ? പിന്നെ നമ്മൾ നടന്നു പോകുന്ന വഴി നമുക്ക് എന്തെങ്കിലും ഫീലിങ്സ് അനുഭവപ്പെടാം. അതല്ലെങ്കിൽ ഈ ശത്രുദോഷമുള്ള സമയത്ത് നമ്മുടെ കാലുകളുടെ വിരലിൽ കറുപ്പ് അടയാളം വരാം. ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും മറികടന്ന് നോക്കണം. ഇത് കൂടുതലും നമ്മുടെ വാസ്തുശാസ്ത്രപ്രകാരം ഏറ്റവും ബലമുള്ള ദിക്ക് കന്നിയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അവിടെ നാഗസാന്നിധ്യങ്ങളെയും ഗുളികനൊക്കെ പ്രതിഷ്ഠിക്കാനുള്ള കാരണം. ഏറ്റവും ബലമുള്ള ദിക്കാണ്. ഗുളികൻ എന്ന് പറഞ്ഞാൽ അസുരനെ പോലും വെക്കാനുള്ള കാരണം ആ കന്നി രാശിയിലാണ്. അപ്പോൾ ആ കന്നി രാശിയിലാണ് കൂടുതലായിട്ടും മാന്ത്രിക തകടുകളും
ബാക്കിയുള്ള ഏലസുകളും കാര്യങ്ങളും ആൾക്കാർ ക്ഷുദ്രദോഷം വെച്ച് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ കിട്ടാം. അല്ലെങ്കിൽ നമ്മൾ പടി കടക്കുമല്ലോ, പടി കടന്നാണ് വീട്ടിലേക്ക് കയറുന്നത് ഇറങ്ങുന്നത്. ആ സ്ഥലത്തൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. അതൊരിക്കലും നമ്മുടെ കൈ കൊണ്ട് എടുത്തിട്ട് മാറ്റാൻ പാടില്ല, അതേ ഉള്ളൂ. കൈ കൊണ്ട് എടുക്കരുത്, ഒരു വേറെ എന്തെങ്കിലും കൊണ്ട് എടുത്തിട്ട് ഒരു കവറിലിട്ടിട്ട് അത് ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഒഴിവാക്കണം എന്ന നിയമം. രണ്ടാമത്, ഇത് തകിട് രൂപത്തിൽ തന്നെ ആവണമെന്നില്ല. ശ്മശാനത്തിലെ മണ്ണ്, കടുക് ഓടിച്ചത്, ഭസ്മം, ധൂളി പ്രയോഗം എന്നൊക്കെ പറയും. ഇതിലൊക്കെ ചെയ്തിട്ടും ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ക്ഷുദ്രദോഷവും കാര്യങ്ങളും നമ്മൾ ഏൽപ്പിക്കുക. ഇതിപ്പോൾ ഈ ഒരു കാലയളവിൽ ഇതൊക്കെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെയുള്ള അനുഭവങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ അനുഭവങ്ങൾ അനുഭവത്തിലൂടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റി കൊടുത്തിട്ടുമുണ്ട്. അത് വെറുതെ പറയുന്നതല്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉള്ളതാണോ, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇത്തരം വിശ്വാസങ്ങളുള്ള ആളുകൾ കുറേയുണ്ട്. അത് അവരുടെ അനുഭവമാണ്. പല സ്ഥലത്തുനിന്ന് ഞങ്ങൾ പോയിട്ട് പല സാധനങ്ങൾ എടുത്തു കൊടുത്തിട്ടുമുണ്ട്. അതിനുശേഷം അവർക്ക് പല മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ടൊരു ഭൂമിയിൽ ശത്രുബാധ ദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ തകിടുകളോ വേറെന്തെങ്കിലും രൂപങ്ങളോ വേറെന്തെങ്കിലും ചൂർണ്ണ പ്രയോഗങ്ങളോ നടത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനും നമ്മുടെ ശിഷ്യന്മാരൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. അത് നമ്മുടെ ഉപാസനാമൂർത്തി നമ്മുടെ തവം ചെയ്തതിൻ്റെ ബലം കൂടിയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഉള്ളത് തന്നെയാണ്, ഇല്ലാത്തതൊന്നുമല്ല.